പറഞ്ഞ ചാപ്റ്ററിൽ ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എസ്സേ ക്വസ്റ്റൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ടത്. സ്റ്റാഫിംഗിന്റെ പ്രോസസ് എന്താണ്, അല്ലെങ്കിൽ സ്റ്റാഫിംഗിന്റെ സ്റ്റെപ്സ് എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ 8 മാർക്കിന് ഒരു ചോദ്യം ഒക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് 1 മിനിറ്റിനുള്ളിൽ ഒന്ന് പഠിച്ചാലോ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എസ്റ്റിമേറ്റിംഗ് ദ മാൻ പവർ, എത്രമാത്രം ഹ്യൂമൻ റിസോഴ്സസ് ആവശ്യമാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുശേഷം എന്ത് ചെയ്യണം, നമ്മൾ ആപ്ലിക്കേഷൻസ് ക്ഷണിക്കണം, അല്ലെങ്കിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ആപ്ലിക്കേഷൻസ് ക്ഷണിക്കുന്ന ആ പരിപാടിനെ നമ്മൾ റിക്രൂട്ട്മെന്റ് എന്ന് നമ്മൾ പറയും. അതിനുശേഷം അപ്ലൈ ചെയ്ത ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവരും നമ്മൾ ജോബിന് എടുക്കണം. അതിൽ നമ്മൾ ഇന്റർവ്യൂവും ടെസ്റ്റുകളും നടത്തിയ ശേഷം നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ആണ് സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് പ്രോസസ്സാണ്. അങ്ങനെയെങ്കിൽ പോസിറ്റീവ് പ്രോസസ്സ്, ഈ സ്റ്റാഫിങ്ങിലെ ഒരു കാര്യം പോസിറ്റീവ് പ്രോസസ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അത് ഏതാണെന്ന് അറിയാവുന്ന ആളുകൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് വരുന്ന സമയത്ത് പ്ലേസ്മെന്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലേസ്മെന്റ് അവിടെ കൊടുക്കുകയാണ്. ആ ജോബിലേക്ക് നമ്മൾ വേണ്ട ആളുകളെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നു, റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ജോബ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കമ്പനിയിലെ റൂൾസ് റെഗുലേഷൻസ് കാര്യങ്ങൾ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന സ്റ്റാഫിനെ സംബന്ധിച്ച് പുതിയ ആളെ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കണം. അതിനാണ് ഓറിയന്റേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അതിനുശേഷം അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു, അല്ലെ, അവർ എങ്ങനെ വർക്ക് ചെയ്യണം, എന്ത് ജോബാണ് അവർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ അവരുടെ പെർഫോമൻസ് അപ്രൈസൽ, അവരുടെ പെർഫോമൻസ് നമ്മൾ മെഷർ ചെയ്യണം. എത്രമാത്രം അവർ പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പെർഫോമൻസ് നോക്കുന്നു. നമ്മൾ കമ്പാരിസൺ നടത്തുന്നു, അവർക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ. ആൻഡ് തന്നെ അവർക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് എന്ന് തോന്നിയാൽ നമ്മളവിടെ പ്രൊമോഷൻ കൊടുക്കുന്നു. പ്രൊമോഷൻ മാത്രം കൊടുത്താൽ മതിയോ, അല്ല, ആ കൂടെ നമ്മൾ അവർക്ക് പേയ്മെന്റ് ഹയർ ആയിട്ട് കൊടുക്കണം, അല്ലെ, കോമ്പൻസേഷനുകൾ കൊടുക്കും. അപ്പോൾ ഇത്രയുമാണ് എന്ത് ചെയ്യുന്നത് സ്റ്റാഫിംഗ് പ്രോസസ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്സ്. ഓക്കെ, അപ്പോൾ മറക്കണ്ട, പോസിറ്റീവ് പ്രോസസ് ഇൻ സ്റ്റാഫിംഗ് ഏതാണെന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.